യേശുവിൻ്റെ ഈ ചോദ്യം യേശു സ്വയം വെളിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമല്ല, മറിച്ച് താൻ ആരാണ് എന്ന് മറ്റുള്ളവർ കരുതുന്നു എന്ന ചോദ്യം മാത്രമാണ്. പഴയ നിയമത്തിൽ ഞാനാകുന്നവൻ എന്ന പ്രയോഗം ഐ ആം ദൈവത്തിൻ്റെ ദിവ്യനാമത്തിന് പകരം ഉപയോഗിക്കുന്ന പദമാണ്. ഉദാഹരണത്തിന് പുറപ്പാട് 3:14, നിയമാവർത്തനം 32:39, ഏശയ്യ 41:4, ഏശയ്യ 43:10 മുതൽ 11 വരെ. ഇവയിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പുറപ്പാട് 3-ാം അധ്യായത്തിൽ വിവരിക്കുന്ന സീനായി മലയിലെ കത്തുന്ന മുൾപടർപ്പിൽ മോശയ്ക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സംഭവ വിവരണമാണ്. ഇത് കൂടുതൽ വ്യക്തമാക്കാൻ നമുക്ക് ഇതിൻ്റെ ഇംഗ്ലീഷ് ടെക്സ്റ്റ് പരിശോധിക്കാം. Then Moses said to God, If I come to the people of Israel and say to them, The God of your fathers has sent me to you, and they ask me, What is his name? What shall I say to them? God said to Moses, I am who I am. And he said, Say this to the people of Israel, I am has sent me to you. God also said to Moses, Say this to the people of Israel, The Lord, the God of your fathers, the God of Abraham, the God of Isaac, and the God of Jacob, has sent me to you. This is my name forever, and thus I am to be remembered throughout all generations. ഇവിടെ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധേയമാണ്. ഒന്ന്, ഈ വിവരണത്തിന്റെ ഹീബ്രു ഗ്രീക്ക് പതിപ്പുകളിൽ ഞാൻ ആകുന്നു എന്നതിന് ഹീബ്രുവിൽ എഹ്യേ എന്നും ഗ്രീക്കിൽ ഏഗോ എയ്മി എന്നുമാണ് പദങ്ങൾ. ദൈവം മോശയ്ക്ക് തൻ്റെ പേര് വെളിപ്പെടുത്തുന്നത് ഇപ്രകാരമാണ്: എഹ്യേ അഷർ എഹ്യേ, ഐ ആം ഹു ഐ ആം. ഇവിടെ വെളിപ്പെടുത്തപ്പെടുന്നത് ദൈവനാമമാണ്. ഈ വെളിപാടിൽ നിന്നും രൂപപ്പെട്ടതാണ് യാഹ്വേ എന്ന ദൈവനാമം. യാഹ്വേ എന്നത് പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ദൈവമായ കർത്താവിന്റെ മറ്റൊരു പേരാണ്. 2, യാഹ്വേ എന്ന ദൈവനാമം മോശയ്ക്ക് വെളിപ്പെടുത്തപ്പെട്ട ദൈവത്തെക്കുറിച്ച് ചില പ്രധാനപ്പെട്ട വസ്തുതകൾ വ്യക്തമാക്കുന്നു. ദൈവം നിത്യനാണ്, അവന് തുടക്കമില്ല, അവൻ അവസാനവുമില്ല, അവൻ ആകുന്നവനാണ്. എന്ന് വെച്ചാൽ യാഹ്വേ എന്ന വിശുദ്ധനാമം ആകുന്നവൻ, ഹി ഹു ഇസ് എന്ന് വിവർത്തനം ചെയ്യാവുന്നതാണ്. കത്തിയെരിയാത്ത മുൾപടർപ്പിൽ മോശയ്ക്ക് പ്രത്യക്ഷപ്പെടുകയും അവനോട് സംസാരിക്കുകയും ചെയ്ത കർത്താവായ ദൈവമാണിത്. പഴയ നിയമത്തിലെ ഈ പശ്ചാത്തലത്തിൽ നിന്നുകൊണ്ട് യേശു കാറ്റിനെയും കടലിനെയും ശാന്തമാക്കുന്ന സംഭവത്തിലേക്ക് തിരിച്ചു വരാം. കാറ്റിന്റെയും കടലിന്റെയും മേൽ യേശു പ്രകടിപ്പിച്ച ശക്തിയുടെയും അധികാരത്തിന്റെയും വെളിച്ചത്തിൽ അവൻ ശിഷ്യന്മാരോട് പറഞ്ഞു, ഞാനാണ്, ഭയപ്പെടേണ്ട. യഥാർത്ഥത്തിൽ ഇത് ഞാനാണ്, ഏഗോ എയ്മി ഓത്തോസ് എന്നല്ല, ഞാൻ ആകുന്നവൻ, ഏഗോ എയ്മി ഐ ആം എന്നാണ് യേശു പറയുന്നത്. അതായത് പഴയ നിയമത്തിൽ യേശു മോശയ്ക്ക് തന്റെ നാമം വെളിപ്പെടുത്തിയതുപോലെ യേശു ശിഷ്യർക്ക് തന്റെ ദൈവിക സ്വത്വം വെളിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്.